താങ്ക് യു രജൻ സാർ. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ജയ് ഹിന്ദ്. ഓൾ കേരള പ്ലാറ്റ്ഫോം ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സമയത്ത് പോലും നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി അതിനെപ്പറ്റി പഠിക്കാനും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് തന്നെ നല്ലൊരു അഭിനന്ദനം ആദ്യം നേരുന്നു. അപ്പൊ അധികം സമയം കളയാതെ തന്നെ നമുക്ക് പ്രസന്റേഷനിലേക്ക് കിടക്കാം. കാരണം എപ്പോഴും ഒരു വിഷ്വൽ മീഡിയത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ രാൻ സാർ പറഞ്ഞു ഈ ഒരു സൂം സീരീസിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു റീസൺ അല്ലെങ്കിൽ ഒരു കാരണം എന്താണ് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. സോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത്, അല്ലെ? നമുക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രേരണയായിട്ട് മാറുന്നത്. അപ്പൊ അടിസ്ഥാനമായിട്ട് എന്തിന്റെയും ഒരു ബേസ് ആയിട്ട് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ നല്ല പണക്കാരനാണ്, നല്ല ധനികനാണെങ്കിൽ പോലും ആ ധനത്തിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ശരീരം വേണം. ആ നല്ല ശരീരം ഇന്നത്തെ കാലത്ത് നമുക്കുണ്ടോ എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ. സോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം, സുഖാണോ? ഇതിന് നിങ്ങൾ എനിക്ക് മറുപടി തരണം. നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് ഇതിൽ ഓൺലൈനിൽ വന്ന് വീഡിയോ ഓണാക്കിയിട്ട് കാര്യമില്ല. ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം. കാരണം ഈ ചോദ്യത്തിന് അപ്പുറമാണ് ഇതിന്റെ ഒരു ആരോഗ്യവശ ഇരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, സുഖമാണ് അല്ലെ? എല്ലാവരും പറഞ്ഞു യെസ് യെസ് സുഖമാണ്, അടിപൊളി. ഒരാൾ എന്നോട് പറഞ്ഞ അടിപൊളിയാണ്. അപ്പൊ ആള് ശരിക്കും അടിപൊളിയാണ്. ബാക്കി എല്ലാവരും എന്നോട് യെസ് മാത്രം പറഞ്ഞു. പക്ഷെ ആൾക്ക് ഇത്തിരി എക്സ്ട്രാ സുഖം കിട്ടുന്നുണ്ട്. സിനർജി ഗ്രൂപ്പിന്റെ തലവനായിട്ടുള്ള ലിജോയ് സാർ പറഞ്ഞു സുഖം. സുഖമാണ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. കാരണം ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കയറിയിരിക്കുന്നത് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? എന്നാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ചുമ്മാ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു നെയിം സേക്കിന് ഞാൻ ചോദിക്കുകയാണ്. പണ്ടത്തെ കാരണവന്മാരെക്കാളും കൂടുതൽ ആരോഗ്യം നമുക്ക് ഇന്നുണ്ടോ? ഇതിന് നിങ്ങൾ എനിക്ക് മറുപടി തരണം. കാരണം ഇതൊരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇപ്പോ എന്റെ അച്ചാച്ചന്റെ ആരോഗ്യം എനിക്ക് അച്ചാച്ചന്റെ ഈ പ്രായത്തിലുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. എന്റെ അച്ഛന്റെ ആരോഗ്യം ഈ പ്രായത്തിൽ എനിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 5.5 കൊല്ലം മുന്നേ എനിക്ക് ഡൗട്ടായിരുന്നു, അല്ലെ? ചുരുതുരാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, നോ 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 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അല്ലെ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാന്നുള്ളത്? ഇല്ല. പൊതുവെ ഞാൻ ചോദിക്കുന്ന വേദികളിലൊക്കെ കിട്ടുന്ന ഉത്തരമാണ് ഇല്ല. ഇനി രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിക്കാം. 30 വയസ്സാകുമ്പോഴേക്കും നടുവേദന, മുട്ടുവേദന, പെട്ടെന്ന് ക്ഷീണം വരുന്നു, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്ന ഒരാളാണോ നിങ്ങൾ? ആലോചിച്ച് നോക്കണം. 30 വയസ്സ് കേട്ടാ. 30 വയസ്സിനേക്കാളും മുന്നേ ആൾക്കാർക്ക് നിന്ന് വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്, അല്ലെ? 22-ാമത്തെ വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 20-ാമത്തെ വയസ്സ് തൊട്ട് ഇന്ന് ആൾക്കാർക്ക് നടുവേദന, കുനിയാൻ വയ്യ, നിവരാൻ വയ്യ, ആ വേദന ഈ വേദന. എന്തായിരിക്കും ഇതിന് കാരണം? എന്താവാം? വ്യായാമക്കുറവായിരിക്കാം, ഭക്ഷണത്തിലൂടെ ശരിയായിട്ടുള്ള പോഷകം നമുക്ക് കിട്ടാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം മായമുള്ളതായിരിക്കാം. ഇവിടെ ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും ആൾക്കാർ ആദ്യം പറയുന്ന കാര്യം മായമുള്ള ഭക്ഷണം, പോഷക ന്യൂനത, ഇതൊക്കെയാണ് ആദ്യം പറയാം. പക്ഷേ ഇതൊക്കെ പുറമേ ചൂണ്ടുന്ന വിരലുകളാണ്, പുറത്തുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ചൂണ്ടുന്ന വിരലുകളാണ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങോട്ടൊന്ന് ചൂണ്ടിയിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഏറ്റവും ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്താ? എക്സസൈസ്. ആ എക്സസൈസ് ഇതിൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? അതൊന്ന് കൈപൊക്കാമോ? ഇതാ അപ്പൊ നിർമ്മല മാഡം പറഞ്ഞു എല്ലാം, ഓൾ, അല്ലെ? ഒരാള് പറഞ്ഞു, രണ്ടുപേര് തംസപ്പ് അടിച്ചിട്ടുണ്ട്, കുറച്ച് പേരുടെ ഒക്കെ കൈ പൊങ്ങുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്നാണ് എന്നോട് പറയുന്നത്. എക്സസൈസ് ചെയ്യുന്നുണ്ടാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് വന്ന് ചെക്ക് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള അവസരവും ഇല്ല. പക്ഷെ ചെക്ക് ചെയ്യാൻ ഒരു സ്ക്വാഡിനെ ഞാൻ റെഡി ആക്കുന്നുണ്ട്. ഈ 1000 പേരുടെ വീട്ടിലേക്ക് ഒരു സ്ക്വാഡ് വരും, രാവിലെ എക്സസൈസ് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഇതൊക്കെ ഇതിന്റെ കാര്യകാരണങ്ങളാണ്, അല്ലെ? അപ്പൊ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് പണ്ടത്തെ കാരണവന്മാരുടെ ആരോഗ്യം ഇല്ല, എ ഫാക്ട്. അതേപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്കാർക്ക് മുട്ടുവേദന, തലവേദന, കൈവേദന, കാൽക്കടച്ചില്, എന്തിനാണ് യൂറിക് ആസിഡ് വരെ ഇന്ന് കൂടുതലായിട്ട് ആൾക്കാർ ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പണ്ടത്തെ പോലെ സത്വവും ഗുണവും ഒന്നുമില്ല. ഇറ്റ്സ് എ ഫാക്ട്. പണ്ട് കിട്ടിയിരുന്ന ഔഷധ ഗുണമുള്ള പോഷകങ്ങളുള്ള ഭക്ഷണം ഇന്ന് നമുക്ക് കിട്ടാൻ ഒരു സാഹചര്യമില്ല. അന്ന് വളർന്ന ആൾക്കാരല്ല അന്ന് വളർന്ന സാഹചര്യങ്ങളല്ല, അല്ലെങ്കിൽ അന്തരീക്ഷമല്ല ഇന്നത്തെ അന്തരീക്ഷം. അന്ന് ഒരു
മണിക്കൂർ നമ്മൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു കാറ് മാത്രമേ പോവായിരുന്നു. പക്ഷെ ഇന്ന് ഒരു മണിക്കൂർ നമ്മൾ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ 1000 ഒരു പക്ഷെ 2000-ലധികം വാഹനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പോകും. അപ്പൊ ഇത്ര അധികം കാർബൺ മോണോക്സൈഡ് ഇമിഷൻ അന്തരീക്ഷത്തിൽ വന്നു തുടങ്ങി. നമുക്ക് വേസ്റ്റ് കളയാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ എവിടെ കാണുന്നു അവിടെയൊക്കെ നമ്മൾ വേസ്റ്റ് കളയുന്നു. അങ്ങനെ നമ്മുടെ മണ്ണും മലിനപ്പെട്ടു പോയി. കുടിക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥയും, ഇന്ന് ഇത്രയും ജനകോടികൾ ഇത് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരുന്നു. അവിടെയും എന്താണ്, പല ആൾക്കാരും വേസ്റ്റ് കൊണ്ടിടുന്നു. അങ്ങനെ വെള്ളം മലിനമായിട്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-40 കൊല്ലം മുന്നേ നമ്മുടെ മുൻ തലമുറ ജീവിച്ച രീതികളിലൂടെ നമുക്ക് ഇന്ന് ഒരിക്കലും കടന്നു പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ന് മുൻ തലമുറയുടെ അത്ര ഗുണമോ സത്തോ ഒന്നുമില്ല. പച്ചക്കറിയിൽ വിഷമാണ്. നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അരിയിൽ ഗുണമില്ല. നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനുള്ള പെട്രോൾ വേണം. ആ പെട്രോളിന്റെ പേരാണ് ഊർജ്ജം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഡീസലോ ഒക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് എത്ര കാലം മുന്നോട്ട് പോകും? പെട്രോൾ ഒഴിക്കേണ്ട ഒരു വണ്ടിയിൽ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം മുന്നിൽ പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അന്ന് പുക വരും. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണോ കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ടതിനെ പറ്റിയിട്ട് ധാരണയില്ലാത്തതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര അളവിന് കൊടുക്കണം. മൂന്നാമത്തതാണ് പൈസ, കാശ്. ഇതൊക്കെ വാങ്ങി കഴിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വയറ് നിറയെ കഴിക്കുന്നുണ്ട്, പക്ഷെ ശരീരത്തിന് വേണ്ടതൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അതിന് വേണ്ടത് എന്താ? വിറ്റാമിനും പ്രോട്ടീനും അതൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് രോഗികളായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാരണം. ഏറ്റവും മൂല കാരണം എന്ന് പറയാനുള്ളത് അന്തരീക്ഷം മാറി, സാഹചര്യം മാറി, ജീവിത ശൈലി മാറി. പക്ഷേ നല്ലത് കിട്ടാനുള്ളൊരു അവസരം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നല്ലതിലേക്ക് നമുക്ക് പോയിക്കൂടാ? അവിടെയാണ് നമുക്ക് ന്യൂട്രീഷന്റെ പ്രസക്തി വരുന്നത്. ഇതൊരു പരിഹാരമാണ്. ന്യൂട്രീഷൻ ഇതൊരു മരുന്നല്ല. ഈ കാര്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ ഡയറ്റിൽ കൺട്രോൾ വരുത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഫാസ്റ്റ് ലൈഫിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡയറ്റ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ആ ഡയറ്റിന്റെ കൂടെ കൃത്യമായിട്ടുള്ള ഇന്ധനം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും കിട്ടേണ്ട ന്യൂട്രീഷൻ കൃത്യമായ അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് എല്ലാ ദിവസവും RDA അളവിൽ ചെല്ലണം. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന അളവിൽ ചെല്ലണം. പക്ഷെ അത് നിർഭാഗ്യവശാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടാതെ ആവുമ്പോൾ ന്യൂട്രീഷൻ സയൻസ് എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മളിലേക്ക് പോഷക ആഹാരം, അതായത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ ന്യൂട്രീഷൻ സയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലാത്ത പോഷകങ്ങൾ തരുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ഉദാഹരണത്തിന് ഒരു വീട് പണിയുമ്പോൾ സിമന്റ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും, ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്കിടയിൽ ആ വളർച്ചയ്ക്ക് സഹായകരമാവുന്ന പോഷകങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ശരീരം എന്താവും? ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. ചോറും കറിയും മാത്രം കഴിച്ചാൽ പോരാ. ശരീരത്തിന് ബലം കിട്ടണമെങ്കിൽ എന്ത് വേണം? ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമ്മൾ എടുത്തേ പറ്റൂ. ഇന്ന് നമ്മൾ നമ്മുടെ അന്തരീക്ഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രോണിക് ഡിസീസുകൾ കൂടിക്കൊണ്ടിരിക്കുക. ഈ ക്രോണിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4-5 കൊല്ലം തങ്ങി നിൽക്കുന്ന അസുഖങ്ങളെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുക. ഹെൽത്ത് പ്രോബ്ലംസ് ഓരോ ദിവസം കൂടി വരികയാണ്, കുറഞ്ഞു വരികയാണ്. കാരണം ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുകയാണ്, ലാബുകളുടെ എണ്ണം കൂടുകയാണ്, സ്പെഷ്യാലിറ്റി സെന്ററുകളുടെ എണ്ണം കൂടുകയാണ്. ഓരോത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട്, സ്പെഷ്യലൈസേഷന്റെ എണ്ണം കൂടുകയാണ്, അല്ലെ? 26% ചെറുപ്പക്കാര് ഇന്ന് ഹൃദയാഘാതം നേരിടുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നേരിടുന്ന ആൾക്കാരാണ്. 20% കേരളൈറ്റ്സിന് കിഡ്നി പ്രോബ്ലം ഉണ്ട്. ഞങ്ങള് ഈ അടുത്ത് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പൊ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി. പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഹോസ്പിറ്റലിൽ കിഡ്നി വിഭാഗത്തിന്റെ അവിടെ, നെഫ്രോളജിയുടെ അവിടെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ തടിച്ച് നിൽക്കണം കാണും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത ക്യാൻറ്റീൻ, ഞാൻ വെച്ച് ക്യാൻറ്റീനിലേക്ക് വന്നു. ക്യാൻറ്റീനിലേക്ക് അല്ല, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ. അത് കൂടാതെ RCCയുടെ കണക്ക് പ്രകാരം 300-ലധികം ക്യാൻസർ പേഷ്യൻസ്, 300% വർധനവ് ഓരോ കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. 69% സ്ത്രീകൾക്ക് ഇന്ന് ഇന്ത്യയിൽ അനീമിയാണ്. അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച. 23% അലോപ്പതി മെഡിസിൻ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് വെറും 3% മാത്രമായിട്ട് നിൽക്കുന്ന മലയാളികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3%, ഈ 23% 3% ഉപയോഗിക്കുന്ന ആരാ? മലയാളികളാണ്. അപ്പോ നമ്മൾ ശരിക്കും മരുന്നിന് അടിമകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ശരാശരി മിഡിൽ ക്ലാസ് ഫാമിലി 3638 രൂപ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് എന്റെ കണക്കല്ല, കേന്ദ്ര സർക്കാരിന്റെ കണക്ക്. ഇത് മരുന്നുകൾക്ക് മാത്രം. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാനും സ്കാനിങ് നടത്താനും അതൊന്നും ഇതിൽ പെടില്ല. അപ്പൊ ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇതിപ്പോ ഈ അടുത്ത് വന്നൊരു കാര്യമാണ്, അതായത് 100 മില്യൺ ഇന്ത്യയിൽ ഡയബറ്റിക് പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളത്. 44% വർധനവ് ഓരോ 4 കൊല്ലത്തിലും ഉണ്ടായിട്ടുണ്ട്. ICMR റിപ്പോർട്ടാണ്.
അപ്പൊ ഇത്തരത്തിലെ പ്രശ്നങ്ങളുടെ ഇതിന്റെ ചെറിയൊരു അംഗസംഖ്യ വെച്ചിട്ട് എത്ര പേർക്ക് ഡയബറ്റീസ് ആണ്, എത്ര പേർക്ക് പ്രീ ഡയബറ്റീസ് ആണ്. ഇപ്പൊ ഗോവ പോലത്തെ ഒരു സ്ഥലത്ത് 26% ആൾക്കാർക്ക് ഡയബറ്റീസ് സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള ഒരു പ്രീ ഡയബറ്റീസ്, അതായത് എപ്പോ വേണമെങ്കിലും അവർ ഡയബറ്റിക് ആയിട്ട് മാറാം. പോണ്ടിച്ചേരിയിൽ 26%, കേരളത്തിൽ 25% പേർക്കും ഡയബറ്റിക്സ് ആണ്. പ്രീ ഡയബറ്റിക്സ് 18%. അത് എപ്പോ വേണമെങ്കിലും ഇവര് ഡയബറ്റീസ് ആയിട്ട് മാറാം. ഇന്ന് ഷുഗർ രോഗികളുടെ എണ്ണം നമുക്കറിയാം അല്ലെ. അപ്പൊ ഓരോ കൊല്ലം തോറും ഇത് കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീട്ടിലെ കണക്കാണ് ഞാൻ പറയുന്നത്. മരുന്നിന് വേണ്ടി മാറ്റി വെക്കുന്നത് 3632 രൂപ മരുന്നിന് വേണ്ടി മാറ്റി വെക്കുന്ന കണക്ക് ഫൈനാൻഷ്യൽ ഇയർ 2018 കണക്കാണ് ഞാൻ പറഞ്ഞത്. അത് 2022 3638 രൂപയായിട്ട് മാറി. ഇന്ന് വർഷം 2026. നിങ്ങൾക്ക് ഊഹിക്കാം എത്ര വർധനവ് ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. കോവിഡ് വന്നു. കോവിഡ് വന്ന് ഒരുപാട് പേര് ഇന്ന് അതിനാൽ പോയി. അതിന്റെ കൂടെ ഒരുപാട് മരുന്നുകളും ഒരുപാട് തരത്തിലുള്ള വാക്സിനുകളും ഇന്ന് ഇഷ്ടം പോലെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഡോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആൾക്കാർക്ക് കരകയറാൻ പറ്റുമോ? അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇന്നും ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിലെ മെഡിസിനുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റിൽ ഒന്നാണ് ഡ്രൗസിനെസ് ആൻഡ് ഫെറ്റീഗ്. അതായത് അമിതമായിട്ടുള്ള ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള തളർച്ച. രണ്ടാമത് ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ. വയറാകെ അസ്വസ്ഥമാവുക, ചിലർക്ക് ലൂസായിട്ട് പോകും, ചിലർക്ക് പോവുകയില്ല. സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, വയറ് പൊതുവെ അപ്സെറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരിക. ഇതൊക്കെ ഈ തരത്തിലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ ഇത് ഇന്നോ ഇന്നലെയായിട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പല ആൾക്കാരും ഇത് ഓൾറെഡി പല രീതികളിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളോട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പല കാരണത്താൽ അവർക്ക് ഇത് ഫുള്ളായിട്ട് ഒരു വ്യാപകമായ തരത്തിലേക്ക് സർക്കുലേഷനിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികളുണ്ട്. അപ്പോൾ മരുന്നെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആരോഗ്യം തരുന്നില്ല, പകരം താൽക്കാലികമായിട്ടൊരു ആശ്വാസം. പക്ഷെ പിന്നീട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ടോക്സിൻസ് കൃത്യമായ സമയത്ത് പോവാതിരിക്കുമ്പോൾ അത് ശരീരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് പിന്നീട് അതിനും വലിയ വിപത്തായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് അലോപ്പതി മരുന്നുകളോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിനുകളോ പൊതുവെ ചെയ്യുന്നത്. അതായത് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം. എന്നാൽ ഈ ശമനം ഈ ഒരു സ്ഥിതിയിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ അപ്ഗ്രഡേഷൻ നടത്തുന്നുണ്ട് അല്ലേ. പണ്ട് നമുക്കൊരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മളൊരു സ്മാർട്ട് ഫോണിലേക്ക് മാറി. ഒരു ടി വി ഉണ്ടായിരുന്നു, എടുത്താൽ പൊങ്ങാത്തൊരു ടി വി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മുടെ ഒരു LED ടിവിയിലേക്ക് മാറി. ഒരു കുഞ്ഞു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ആദ്യം ഒരു ബൈക്കായി, അതിൽ നിന്ന് കാറായി. അപ്പൊ കാലഘട്ടത്തിനൊപ്പം നമ്മൾ ഇതിലൊക്കെ മാറ്റം കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ ജീവിത രീതിയിൽ ചില ശീലങ്ങൾ നമ്മൾ മാറ്റാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കും. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും എല്ലാം കൊണ്ടും നല്ലത് അത് വരാതിരിക്കാൻ നോക്കുന്നത്. അങ്ങനെ വരാതിരിക്കാൻ നോക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ന്യൂട്രീഷന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് കൃത്യമായിട്ടുള്ള അളവിലുണ്ടോ, നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് കൃത്യമായ അളവിലാണോ ചെല്ലുന്നത്, അത് എല്ലാ ദിവസവും മുടങ്ങാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്കത് ഭക്ഷണത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഈസ് ദ ആൻസർ ഫോർ യു. കാരണം ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, ചെറിയൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിന്റെ ഒരു സാധ്യത ഓരോ കൊല്ലം കഴിയുമ്പോഴും കൂടി കൂടി വരികയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ സ്ലൈഡിന്റെ ലാസ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്ര ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകളിൽ ഇപ്പൊ ഞാൻ 4 റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഏതിനാണുള്ളത്? കോസ്മെറ്റിക്സ് ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമതാണ് ഓർഗാനിക് ഫാമിംഗ്, മൂന്നാമതാണ് ന്യൂട്രീഷൻ, നാലാമതാണ് FMCG. നിങ്ങൾ പറയൂ, ന്യൂട്രീഷനെ നിങ്ങൾ എന്താ പറയുക കണക്കിൽ എടുക്കാം, അല്ലാതെ നിങ്ങൾക്ക് പറയാം. ഇതിൽ നിങ്ങൾക്ക് തോന്നുന്ന 4 ഓപ്ഷനിൽ ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ? കോസ്മെറ്റിക്കിനാണോ, ഓർഗാനിക് ഫാമിങ്ങിനാണോ, ന്യൂട്രീഷനാണോ, FMCGക്കാണോ? ദീപ്തി മാഡം പറയുന്നത് കോസ്മെറ്റിക്കിനാണെന്നുള്ളത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു കോസ്മെറ്റിക്കിനാണെന്നുള്ളത്. C&A എന്ന് പറയുന്നത് ന്യൂട്രീഷനും പറയുന്നുണ്ട്. പക്ഷെ ജനറൽ ആൻസർ ഇപ്പൊ കനകമാമയുടെ ഒക്കെ പറഞ്ഞത് കോസ്മെറ്റിക്സ് ആണ്. യെസ്, കോസ്മെറ്റിക് 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 എല്ലാവരും പറയുന്നത് കോസ്മെറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ എന്തുകൊണ്ട് ന്യൂട്രീഷൻ ഇതിൽ നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, ഇതിൽ കറക്റ്റ് ആൻസർ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ന്യൂട്രീഷനാണ്. കാരണം ഇന്ന് അതിന്റെ ഒരു ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ FMCG നിങ്ങൾ എടുത്തോളൂ, അൺലിമിറ്റഡ് കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ RCM എന്നൊരു കമ്പനിയിൽ നിന്ന് FMCG ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്, ഓക്കെ. പക്ഷെ ഇതേപോലെ തന്നെ അനവധി കമ്പനികൾ ഓരോ ദിവസവും FMCG ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, അവിടെ ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓർഗാനിക് ഫാമിംഗ്. ഞാൻ അതിൽ ഓർഗാനിക് ഫാമിംഗ് ഓപ്ഷൻ കൊടുത്തായിരുന്നു. ഓർഗാനിക് ഫാമിംഗ് തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്കറ്റ് ഷെയർ തരാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ എത്ര പേർക്ക് സ്ഥലമുണ്ട്? ഈ ഇരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് സ്വന്തമായിട്ട് ഏക്കർ കണക്കിന് കൃഷിയോ അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്? അതിന് വലിയ രീതിയിലുള്ള മാൻ പവറും കൂടി നമുക്ക് വേണം. ഇത് രണ്ടും ഇന്ത്യയിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20% താഴെയുള്ള ആൾക്കാർക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗാനിക് ഫാമിങ്ങിന് ഒരിക്കലും മാർക്കറ്റ് ഷെയറിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇനി കോസ്മെറ്റിക്സ് നിങ്ങൾ നോക്കിക്കോളൂ. കുറെ പേര് പറഞ്ഞ കോസ്മെറ്റിക്സ് ആണ്, തീർച്ചയായിട്ടും നല്ലൊരു ഉത്തരം തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്താ പറയുക, ഒരു അത്യാവശ്യ ഘട്ടത്തിൽ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ എത്ര പേര് ഇതിൽ മേക്കപ്പ് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു പെട്ടെന്ന് ഒരു എമർജൻസി വന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻ വന്നു, അയ്യോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കാജൽ ഇട്ടില്ല, അയ്യോ ഞാൻ എന്താ പറയാ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ BB ക്രീം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക്സിനെ ഒരിക്കലും ആശ്രയിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് എൻ എസെൻഷ്യൽ. അത് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു സംശയമില്ല. പക്ഷെ അതിനൊരിക്കലും നമുക്കൊരു എസെൻഷ്യൽ ആയിട്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ അതിനും മാർക്കറ്റ് ഷെയറിന് ഒരു പരിധിയുണ്ട്. പക്ഷേ മോണോപ്പൊളി എന്ന് പറയുന്നത് ന്യൂട്രീഷൻ റേഞ്ച് ആണ്, അതിലൊരു തർക്കമില്ല. ഇന്ത്യയിൽ ഇതിനും അപ്പുറം സാധ്യതയുള്ള വേറെ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഒന്നാമത്തെ കാരണം ജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയില്ല. രണ്ടാമത്തെ കാരണം ഇതൊരു അത്യാവശ്യമാണ്. ഈ അറിയാത്ത കാര്യങ്ങളെ അറിയിപ്പിച്ചു കൊടുത്ത് ഇതിന്റെ അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിനെ വാങ്ങും. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് ഇതിന്റെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇന്ന് അവരത് ഉപയോഗിച്ചില്ലെങ്കിൽ നാളെ ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ചോദിച്ചാൽ മതി. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ആവാത്ത ഒരു കസ്റ്റമറും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ന്യൂട്രീഷന്റെ റേഞ്ച് നമുക്ക് ഇപ്പോഴും ശരിയായ രീതിയിൽ മനസ്സിലാക്കും. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ്. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് നോക്കിക്കോളും, മാർക്കറ്റിൽ അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അതിനെ താൽക്കാലികമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടായിരിക്കും. പക്ഷെ ന്യൂട്രീഷന്റെ കേസ് വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോണോപ്പൊളി എന്തുകൊണ്ട് RCMന്റെ ന്യൂട്രി ചാർജ് ഉണ്ട് എന്ന് പറയാനുള്ള കാരണം ഏതൊരു സാധാരണക്കാരനും താങ്ങാൻ പറ്റുന്ന വിലയാണെന്ന് മാത്രമല്ല, റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഉപയോഗിക്കുന്ന ഒരാൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ എസെൻഷ്യൽ ആണ്. ആൾക്കാർക്ക് ഇനിയും അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ല, അവരെ ബോധവൽക്കരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ശരിയായ ബോധവൽക്കരണത്തിലൂടെ ഈ എല്ലാ ഉൽപ്പന്നത്തെക്കാളും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആരോഗ്യമുണ്ടാവും. ആ ആരോഗ്യത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വീണ്ടും 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 ആ ന്യൂട്രീഷൻ റേഞ്ച് ഉപയോഗിക്കും. നോക്കൂ, റാപ്പിഡ് മാർക്കറ്റ് വാല്യൂ, ഇത് ഞാൻ പറയുന്നതല്ല, ലോകമെമ്പാടുമുള്ള ഗ്ലോബൽ ന്യൂട്രീഷൻ സപ്ലിമെന്റിന്റെ മാർക്കറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ബൈ 2033 $862 ബില്യണിലേക്ക് ഈ മാർക്കറ്റ് വളരുന്ന പറയുന്നത്. അതിന്റെ അർത്ഥം ആൾക്കാർ ഇന്ന് ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അത് നഷ്ടപ്പെട്ടതിന് ശേഷം വീണ്ടെടുക്കാനല്ല. അവരതിനെ പ്രതിരോധിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ അതിനെ ചികിത്സിക്കാനല്ല. അപ്പൊ അത്രയും അധികം ആൾക്കാരുടെ ഉള്ളിൽ ഒരു കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഒരു എന്താ പറയാ ബോധവൽക്കരണം നടന്നതിന്റെ കെയർ ഓഫിൽ അവരിന്ന് സപ്ലിമെന്റുകളിലേക്ക് മാറി. അതുകൊണ്ട് അവർ ആരോഗ്യവാന്മാരായിട്ടും ആരോഗ്യവതികളായിട്ടും നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് പേരെ അസുഖത്തിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് പേര് അതിന്ന് മുക്തമാക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മുക്തമാവുന്ന ആൾക്കാർ ജീവിതകാലം മൊത്തം അവരിത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കും. കാരണം എന്താ, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി, അവരുടെ ശരീരത്തെ സർവീസ് ചെയ്യാൻ വേണ്ടി. സോ ഹൈ റിപ്പീറ്റ് വാല്യൂ പർച്ചേസ് അവിടെ നടക്കുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് ഇനിയും അടുത്ത 10 കൊല്ലം നിങ്ങൾ പരിശോധിച്ചുകൊള്ളൂ വളരുകയുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു ട്രസ്റ്റ് ബേസ്ഡ് സെല്ലിംഗ് ആണ്. ട്രസ്റ്റ് ബേസ്ഡ് സെല്ലിംഗ് എന്ന് പറയാനുള്ള കാരണം നമ്മളൊരു ഒരു അഡ്വർടൈസ്മെന്റോ അല്ലെങ്കിൽ ഒരു നടനോ നടിയെ കൊണ്ട് പരസ്യം ചെയ്യിപ്പിച്ചിട്ടല്ല നമ്മൾ സപ്ലിമെന്റ്സ് ഒരാളിലേക്ക് എത്തിക്കുന്നത്. പകരം നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അത് റിസൾട്ട് കണ്ട് അദ്ദേഹത്തിന് ഒരു റിസൾട്ട് കിട്ടി, ആ റിസൾട്ടാണ് നമ്മൾ മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സത്യസന്ധമായിട്ട് അവിടെ കച്ചവടം നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ ആശയം കൃത്യമായിട്ട് ട്രാൻസ്പാരന്റ് ആയിട്ട് ഒരാളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ന്യൂട്രീഷന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ഇനി വരുന്ന കാലത്താണ് 10 ഇരട്ടി കൂടാൻ പോകുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി ഒരു പക്ഷെ അവർക്ക് സ്കൂളുകളിൽ നിന്ന് അത് കിട്ടില്ലെങ്കിലും ജെമിനൈ ഉണ്ട്, ChatGPT ഉണ്ട്, പെർപ്ലക്സിറ്റി ഉണ്ട്, അങ്ങനെ അനവധി ആപ്പുകൾ അവർക്ക് അറിവുകൾ തരുന്നുണ്ട്. ആ അറിവുകളിലൊക്കെ പറയുന്ന കാര്യം, നിങ്ങൾ മെഗ്നീഷ്യം നന്നായിട്ട് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കമുണ്ടായിരിക്കും, സിങ്ക് ഉണ്ടെങ്കിൽ നല്ല സ്റ്റാമിന ഉണ്ടായിരിക്കും, നിങ്ങൾ വൈറ്റമിൻ സി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവും. ഇതൊക്കെ ഗൂഗിൾ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏത് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു പേജിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. ഏത് ഡോക്ടറിനോട് ചോദിച്ചാലും അവർ നിങ്ങളോട് പറയും യെസ്, സപ്ലിമെന്റ്സ് നല്ലൊരു ഓപ്ഷൻ ആണ് എന്നുള്ളത്. പക്ഷേ സപ്ലിമെന്റ്സ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് അതിന്റെ കൂടെ എന്ത് വേണം, കുറച്ച് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ളത് ചെയ്യും വേണം.
അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത ശരിയായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഒരു അസുഖം വന്ന് ഒരു കുടുംബം ഒരു ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബം അടക്കമാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവുക, മെന്റലി ഓർ ഫിസിക്കലി. ഫിസിക്കലി അവിടെ രണ്ടുപേരും നിൽക്കും ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട്, പക്ഷെ മെന്റലി വീട്ടിലുള്ള ആൾക്കാർക്ക് അയാൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇനി അയാൾ തിരിച്ചു വരുന്ന അന്ന് ആ വീട്ടിൽ നിന്ന് അടുത്ത ആളെ കൊണ്ടുകൊണ്ടി വരും. കാരണം വേവലാതി കൊണ്ട് ഇയാൾക്ക് എന്തായാലും ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സൈക്കിൾ. ഈ സൈക്കിളിനെ നിങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ സൈക്കിൾ അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യണ്ടെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ഞാൻ പറയുന്നു യു കം വിത്ത് us, യു കം ആൻഡ് ജോയിൻ ന്യൂട്രിചാർജ്. ഇതിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേറെ എനിക്ക് കാണിച്ചു തരാനില്ല, വേറെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ നിലവിലില്ല. കാരണം അഫോർഡബിൾ ആണ്, ഏതൊരാൾക്കും കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഓറിയന്റഡ് ആണ്, സർവോപരി ഇത് ട്രസ്റ്റ് ബേസ്ഡ് ആണ്, എല്ലാത്തിനും ഉപരി ഇത് വെരിഫൈഡ് ആണ്, ആൻഡ് വേൾഡ് ഗിന്നസ് ബുക്ക് ഓഫ് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് ആണ്. ഇതെല്ലാം നമുക്ക് കൺമുന്നിൽ കണ്ടു തന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതിനെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ, ഐ സേ യു മേക്ക് എ ഡിസിഷൻ.